അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഹാവ് എ നൈസ് ഡേ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് എന്ന് നമ്മളന്ന് പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഹാവ് എന്ന വാക്ക് ഉപയോഗിക്കുകയില്ല അല്ലേ. എന്നാൽ ഹാസ് എന്ന വാക്ക് കഴിക്കുക എന്ന അർത്ഥത്തിൽ പറയില്ല. ഹാസ് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്, കഴിക്കുക എന്ന് പറയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും അത് ചെയ്തില്ല. ഓക്കെ, നോ പ്രോബ്ലം. നോക്കാം. ഇവിടെ ഏത് വേർഡാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക്. കൊണ്ടുപോകുക എന്നതിനും ഈ ടേക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴിക്കാറുണ്ട് എന്ന അർത്ഥത്തിലും ടേക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഹീ ടേക്സ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ടൈം. അത്രയേ ഉള്ളൂ, സംഗതി റെഡി. അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു വിധത്തിൽ പറയാം. എങ്ങനെയത്? ഹീ ഡസ് ഹാവ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ടൈം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് കഴിക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ഹീ ടേക്സ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ടൈം. ഒരാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ടേക്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഹീ ഡസ് ഹാവ് ഹിസ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ടൈം. ഹാവ് അങ്ങനെ ഉപയോഗിക്കില്ല, ഡസ് ഹാവ് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ടേക്സ് എന്ന വാക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നും കൊണ്ടുപോകുക എന്നും കഴിക്കുക എന്നും അർത്ഥത്തിൽ പറയുകയുണ്ട്. ഓക്കെ.